യഥാർത്ഥത്തിൽ രാജ്യം ഭരിക്കുന്ന BJP-യുടെ വളർത്തുപട്ടികളായി രാജ്യത്തെ ED സംവിധാനം മാറി എന്നാണ് ഏറ്റവും വലിയ ഗതികേട്. BJP-യുടെ വളർത്തുപട്ടികളായിട്ട് രാജ്യത്തെ ED മാറി. കണക്കുകൾ പരിശോധിക്കൂ. രാജ്യത്തെടുത്ത 196 കേസുകൾ അത് രാഷ്ട്രീയ നേതാക്കൾക്കെതിരായുള്ള കേസുകളായിരുന്നു. ആ 196 കേസുകളുടെ എണ്ണം പരിശോധിച്ചപ്പോ BJP-യുടെ ഭാഗമായി നിൽക്കുന്ന ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവിന്റെ പേരിൽ കേസുണ്ടോ? ഒരു നേതാവിന്റെ പേരിലും കേസില്ല. എന്തുകൊണ്ടില്ല? ഈ കേരളത്തിലെ സംസ്ഥാന പോലീസ് പിടിച്ചുകൊടുത്തു കള്ളപ്പണവുമായി ബന്ധപ്പെട്ട് കേസ്. ആരെയാ പിടിച്ചത്? K. സുരേന്ദ്രൻ. കേരളത്തിലെ BJP-യുടെ കഴിഞ്ഞ അധ്യക്ഷൻ പെരുങ്കള്ളൻ സുരേന്ദ്രനെ പിടികൂടി. സുരേന്ദ്രന്റെ അനുയായികളെ പിടികൂടി. അതല്ലേ കൊടകര കുഴൽപ്പണക്കേസ്? ആ കുഴൽപ്പണക്കേസിൽ ഉൾപ്പെടെ നിർണായകമായ നിലയിൽ തെറ്റായ നിലയിൽ ഇടപെട്ട ഉദ്യോഗസ്ഥരാണ് ഇപ്പോ ഈ ED-യുടെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് ഇവിടെ ഇരിക്കുന്നത്. അയാളാണ് ഇപ്പൊ നാണമില്ലാതെ 2 കോടി രൂപ കൊല്ലത്തെ ഒരു കശുവണ്ടി മുതലാളിയോട്, ഫാക്ടറി മുതലാളിയോട് കൈക്കൂലി ചോദിച്ചത്. ഇടനിലക്കാരെ വെച്ച് കൈക്കൂലി ചോദിക്കുകയാണ്. 50 ലക്ഷം വീതം 4 ഗഡുക്കളായി എനിക്ക് തരണം. എന്റെ അക്കൗണ്ടിൽ തരണ്ട, എന്റെ കുടുംബത്തിന്റെ അക്കൗണ്ടിൽ തരണ്ട, ഞാൻ തരുന്ന കേരളത്തിന് പുറത്തുള്ള 4 അക്കൗണ്ട് നമ്പറുകളിൽ തരണം എന്ന് പറഞ്ഞിട്ട് ആളുകളെ ചുമതലപ്പെടുത്തിയിരിക്കുന്നു. ഒരു CA-കാരൻ രഞ്ജിത്ത് വാര്യർ, അയാളുടെ സുഹൃത്ത് മറ്റൊരാൾ, ഇവരെല്ലാം കേരളത്തിൽ ആരുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് എന്നുകൂടി മാധ്യമപ്രവർത്തകർ അന്വേഷിക്കണം. കേരളത്തിലെ ഒരു MP-യുടെ അടുത്ത ആളാണ് ഈ 2 ആളുകളും എന്ന് മനസ്സിലാക്കണം, കോൺഗ്രസ് MP-യുടെ. അപ്പൊ ഇവരെല്ലാം തമ്മിലുള്ള ബന്ധം കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. എന്ത് ഇത്ര വലിയ ഒരു ആരോപണം ഉന്നയിക്കപ്പെട്ടിട്ടും കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനം, കോൺഗ്രസ് പാർട്ടി ഒരു വരി പ്രസ്താവന പോലും ഇറക്കി മുന്നോട്ട് വരാതിരുന്നത്? കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് ഒരക്ഷരം മിണ്ടാതിരുന്നത്? കാരണം BJP അയക്കുന്ന ഈ വേട്ടപ്പട്ടികൾ, BJP അയക്കുന്ന ഈ വേട്ടക്കാർക്ക് മുന്നിൽ വഴി കാണിച്ചു കൊടുക്കാൻ ഇവിടെ ചുമതലപ്പെടുത്തിയിട്ടുള്ളത് അനിൽ അക്കരയെ പോലെയുള്ള കോൺഗ്രസിന്റെ നേതാക്കളെയാണ്. അപ്പൊ ED വേട്ടക്കിറങ്ങുമ്പോ മുന്നിൽ ചാണി വീഴുന്ന വേട്ടപ്പട്ടികളായിട്ട് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി അധപ്പതിച്ചിരിക്കുന്നു എന്നാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുക. ഒരക്ഷരം അവർ ഉരിയാടുന്നില്ല. ഇവരെല്ലാം കൂട്ടുകച്ചവടമാണ്. എത്രയെത്ര പരാതികളാണ് ഈ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർ കേരളത്തിലെ ഇടതുപക്ഷ നേതാക്കൾക്കെതിരായി കൊടുത്തത്? ഏതെങ്കിലും ഒരു പരാതി തെളിയിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ടോ? പക്ഷേ കുറച്ച് മാധ്യമ പ്രവർത്തകരെ ചേർത്ത് പിടിച്ച് ED ചോദ്യം ചെയ്യുന്നു. ED ഇതാ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നു. വെണ്ടക്ക അക്ഷരത്തിൽ അച്ചുനിരത്തുന്നു. പ്രൈം ടൈമിൽ വലിയ ചർച്ചകൾ സംഘടിപ്പിക്കുന്നു. എന്തെല്ലാം കോലാഹലങ്ങളാണ് ED ഉപയോഗപ്പെടുത്തിയിട്ട് കേരളത്തിലെ ഇടതുപക്ഷ നേതാക്കൾക്കെതിരായിട്ട് ഇവിടെ ഉയർത്തിക്കൊണ്ടുവന്നത്.